ഞാൻ സംഗീതം എൻ്റെ ഉള്ളിൽ കണ്ടെത്തിയത് ശരിക്കും അച്ഛൻ തന്നെയാണ്. അത് വേറെ ആരുമല്ല. അത് വളരെ ചെറുപ്പം തൊട്ടേ ഉണ്ടായിരുന്നു. വളരെ ചെറുപ്പകാലം മുതൽ ഞാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന തൊട്ട് എൻ്റെ 10ാം ക്ലാസ് കഴിയുന്നവരെ തന്നെ വളരെ ആക്റ്റീവായിട്ട് യൂത്ത് ഫെസ്റ്റിവലുകളിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വീട്ടിൽ ചേച്ചിയുടെയൊക്കെ യൂത്ത് ഫെസ്റ്റിവൽ സമയത്ത് അക്കമ്പനി ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ വരുമായിരുന്നു അച്ഛൻ്റെ ഫ്രണ്ട്സും. ഹാർമോണിയം, തബലയ്ക്ക്, വയലിനൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ ഹാർമോണിയത്തിനോട് ഭയങ്കര ഒരു അട്രാക്ഷൻ ഉണ്ടായിരുന്നു പണ്ട്. അപ്പോൾ അങ്ങനെ ഹാർമോണിയത്തിൽ ചെറുതായിട്ട് ഇങ്ങനെ വായിച്ച് കുറച്ചാൾ പഠിച്ചു. എനിക്ക് തോന്നുന്നു ഒരാഴ്ചയോ മറ്റോ പഠിച്ചു. അത് ബേസിക് ഫിംഗറിങ് മാത്രം പഠിച്ചിട്ട് പിന്നെ അതിലിങ്ങനെ വായിച്ച് പിന്നെ ഒരു സമയത്ത് ഒരു 7ാം ക്ലാസ്സൊക്കെ ആയപ്പോൾ അതൊക്കെ ഗിറ്റാറിനോട് ഭയങ്കര ഇതായിരുന്നു. കാരണം അന്ന് എൻ്റെ ഒരു ലിസണിങ്ങിൻ്റെ ഇത് മാറി തുടങ്ങി. അപ്പോൾ അതുവരെ മലയാളം പാട്ടുകളും തമിഴ് പാട്ടുകളും കേട്ടിരുന്നു. പെട്ടെന്ന് ചേട്ടൻ എനിക്ക് കുറച്ച് ഇംഗ്ലീഷ് പാട്ടുകൾ കൊണ്ടുവരികയും പിന്നെ പതുക്കെ റോക്കിനോടുള്ള ഒരു ഇത് കൂടുമ്പോൾ ഗിറ്റാറാണ് ഇൻസ്ട്രുമെൻ്റ് എന്ന് മനസ്സിലാക്കുകയും അതിനോടുള്ളൊരു അഭിരുചി കൂടുകയും ചെയ്തു. അങ്ങനെ ഗിറ്റാർ പഠിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് പോയി. അവിടെ പോയി കഴിഞ്ഞപ്പോൾ ചെറിയ സ്ഥലമായിരുന്നു. അവിടെ ഗിറ്റാർ പഠിപ്പിക്കാനുള്ള സാർ ലീവായിരുന്നു 2 മാസത്തേക്ക്. എന്നാൽ പിന്നെ എന്തെങ്കിലും പഠിക്കാച്ചാന്ന് പറഞ്ഞ് വയലിൻ പഠിച്ചു. അങ്ങനെയാണ് വയലിൻ ഞാൻ പഠിക്കുന്നത് തന്നെ. അങ്ങനെ ആ വീട്ടിലൊരു വയലിനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വയലിൻ പഠിച്ചിട്ട് 1.5 കൊല്ലം വെസ്റ്റേൺ വയലിൻ പഠിച്ചു. ആദ്യം കുറച്ചു കാലം വയലിൻ പഠിച്ചിട്ടുണ്ട്. കർണാട്ടിക് വയലിൻ പണ്ട് കുറച്ചു കാലം പഠിച്ചിട്ടുണ്ട്. ബാബുരാജ് എന്ന് പറഞ്ഞിട്ടൊരു സാറുണ്ടായിരുന്നു. പിന്നെ അത് കുറേ കാലം വിട്ടു. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അന്ന് താല്പര്യം ഉണ്ടായിരുന്നില്ല. അച്ഛൻ്റെയും അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് അന്ന് പഠിച്ചതാണ്. എനിക്ക് പണ്ട് ഈ എല്ലാവരും പോലെ കളിച്ചടക്കാനായിരുന്നു താല്പര്യം. അപ്പോൾ അങ്ങനെ പിന്നെ കുറേ ഒരു ഗ്യാപ്പിന് ശേഷമാണ് 7ാം ക്ലാസ് 8ാം ക്ലാസ്സിൽ വെച്ച് ഈ വയലിൻ വെസ്റ്റേൺ തുടങ്ങിയത്. അഷ്റഫ് എന്ന് പറഞ്ഞിട്ട് കൊടുങ്ങല്ലൂരുള്ള സാറായിരുന്നു. അപ്പോൾ പുള്ളി നല്ല സാറായിരുന്നു. പുള്ളി ഒരു 1.5 കൊല്ലം എന്നെ പഠിപ്പിച്ച് 1 കൊല്ലം കഴിഞ്ഞപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് തുടങ്ങി. 1/2 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും പിന്നെ നിർത്തി. പിന്നെ പറഞ്ഞപ്പോൾ അതൊക്കെ വീട്ടിലിരുന്ന് തന്നെ. അപ്പോഴാണ് ബാലഭാസ്കറിൻ്റെ ഒരു എന്താ പറയുക ഒരു കാലഘട്ടം വരുന്നത്. പുള്ളി ഭയങ്കര ഫേമസ് ആയി, ഭയങ്കരമായിട്ട് എനിക്ക് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കി. പുള്ളി ഭീകര പ്ലേയിങ് ആയിരുന്നല്ലോ. അപ്പോൾ പുള്ളി വായിക്കുന്നതുകൊണ്ട് പുള്ളിയുടെ പോലെ വായിക്കണം എന്നുള്ള ആഗ്രഹങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. വായിക്കാൻ പറ്റില്ല. എന്നാലും അങ്ങനെ സിനിമ പാട്ടുകൾ വായിച്ചു തുടങ്ങി. അങ്ങനെയാണ് പതുക്കെ ഞാൻ ഇതിലോട്ട് വന്നത്. ഒരു ഫുൾ ടൈം മ്യൂസിക്കാണ് എനിക്ക് വേണ്ടതെന്ന് മനസ്സിലാക്കിയത് 10ാം ക്ലാസ്സോട് കൂടിയാണ്. ആക്ച്വലി എല്ലാ പാരൻസിൻ്റെയും പോലെ പഠിക്കണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പിന്നെ ഞാൻ പഠിച്ചാൽ ശരിയാവില്ല എന്ന് തോന്നിക്കാണും. ഞാൻ അത്ര ബ്രൈറ്റ് സ്റ്റുഡൻ്റ് ഒന്നും ആയിരുന്നില്ല. 10ാം ക്ലാസ് കഴിഞ്ഞ് കുറച്ചെല്ലാം ഡിപ്ലോമ പഠിച്ചു എന്ന് പറയാൻ പറ്റില്ല. ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ല. അത് കംപ്ലീറ്റ് ചെയ്ത് 10ാം ക്ലാസ് തന്നെ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അത് ഡിപ്ലോമ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഈ ചെന്നൈയിലോട്ടുള്ള ഒരു നോട്ടം എൻ്റെ കണ്ണിലുണ്ടായിരുന്നു. 2nd ഇയർ തൊട്ട് ഞാൻ പറഞ്ഞു തുടങ്ങി നിർത്താം, നമുക്ക് ചെന്നൈ പോവാം. അപ്പോൾ അമ്മ അച്ഛനൊക്കെ ഭയങ്കരമായിട്ട് പറഞ്ഞു കംപ്ലീറ്റ് ചെയ്തിട്ട് നീ പോയിക്കോ, കുഴപ്പമില്ല. പക്ഷേ ചെറിയ പിള്ളേരെ വാശിമാരി എനിക്കും ഉണ്ടായിരുന്നു. അത് നാളെ പോകണം, മറ്റന്നാൾ പോകണം. അവസാനം കടിച്ചു പിടിച്ച് നിന്ന് എനിക്ക് ഓർമ്മയുണ്ട്. പരീക്ഷ എക്സാം കഴിഞ്ഞ് അവസാനത്തെ എക്സാം ഞാൻ എഴുതിയ പോലും ഇല്ല. ജസ്റ്റ് വെയിറ്റ് ചെയ്യായിരുന്നു അത് കഴിയാൻ വേണ്ടി. കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ ചെന്നൈ പോയി. ചെന്നൈയിൽ സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് പോയി അവിടെ എന്താ പറയുക, അവിടെ എത്തി. അതും കംപ്ലീറ്റ് ചെയ്തില്ല സത്യം പറഞ്ഞു. 4 മാസം പഠിച്ചോളൂ. 16 മാസത്തെ കോഴ്സായിരുന്നു. പക്ഷേ ഇതിനൊക്കെ എന്നും എന്താ പറയുക ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇനി ചെയ്യുന്നതിൽ എന്തിനാണ് ചെയ്യുന്നത് എന്ന് വീട്ടിലറിയാമായിരുന്നു. കാരണം എൻ്റെ ഉദ്ദേശം എന്നുള്ളത് സിനിമയിലോട്ട് വരും. അപ്പോൾ അവിടെ പോയി സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിച്ചു തുടങ്ങിയപ്പോഴാണ് ജസ്റ്റ് ചെന്നൈ പോകാനുള്ളൊരു കാരണമായിട്ടാണ് സൗണ്ട് എഞ്ചിനീയറിംഗ് എടുത്തത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴും പഠിച്ചു തുടങ്ങിയപ്പോഴാണ് ഇതല്ല എനിക്ക് വേണ്ടത് എന്ന് മനസ്സിലാവുകയും ടെക്നിക്കൽ സംഭവമാണ് എനിക്കതല്ല വേണ്ടത്. എനിക്ക് മ്യൂസിക് ഇൻഡസ്ട്രിയിലോടായിരുന്നു വരേണ്ടിരുന്നത്. അപ്പോൾ അത് അവിടെ സമയം വേസ്റ്റ് ആക്കണ്ട എന്ന് തോന്നി പുറത്ത് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ. ഒരു ലാപ്ടോപ്പ് മേടിച്ച് തന്നെ വീട്ടിലിരുന്ന് വർക്ക് ചെയ്ത് തുടങ്ങി. അങ്ങനെയാണ്. അപ്പോൾ അതിനൊക്കെ വീട്ടിൽ നിന്നും ഭയങ്കര സപ്പോർട്ടായിരുന്നു. അതായത് ഒരിക്കലും എൻ്റെ അടുത്ത് പഠിക്കട അല്ലെങ്കിൽ തിരിച്ച് ജോയിൻ ചെയ്യുമെന്നൊന്നും ഒരിക്കലും പറഞ്ഞിട്ടില്ല. സിനിമയിലോട്ട് വരുന്നത് ആക്ച്വലി മേജർ ജോസഫ് മ്യൂസിക് ഡയറക്ടർ പുള്ളിയാണ് എന്നെ ആദ്യമായിട്ട് സിനിമയിലോട്ട് എന്താ പറയുക ആദ്യമായിട്ട് എന്നെ കൊണ്ട് സാധനം ചെയ്യിക്കുന്നത്. ഞാൻ കീബോർഡ് പ്രോഗ്രാമിംഗ് ആണ് അന്ന് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ പുള്ളി ചെറിയ ആഡുകളും ചെറിയ പാട്ടുകളുടെ ഡെമോ ട്രാക്കുകളൊക്കെ ഉണ്ടാക്കാനായിട്ട് അങ്ങനെ പുള്ളിയുടെ കൂടെ കുറച്ചാൾ ഒരു 6-7 മാസം നടന്നു. പിന്നെ പുള്ളി എനിക്കൊരു ചെന്നൈയിലുള്ളൊരു സൗണ്ട് എഞ്ചിനീയർ ഉണ്ട്, ബാലു തങ്കച്ചൻ എന്ന് പറഞ്ഞിട്ട്. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള മിക്സിംഗ് എഞ്ചിനീയറാണ്. ഗോപിച്ചേട്ടൻ്റെയും ഔസേപ്പച്ചൻ സാറിൻ്റെയൊക്കെ മിക്സ് ചെയ്യുന്ന പുള്ളിയെ പരിചയപ്പെട്ടു. അപ്പോൾ അങ്ങനെ പുള്ളിയെ പരിചയപ്പെട്ട് പുള്ളിയുടെ അടുത്ത് ഞാൻ ബാലുച്ചേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഗോപിച്ചേട്ടൻ്റെ അടുത്ത് എങ്ങനെയെങ്കിലും അന്ന് വയലിൻ വായിക്കുമായിരുന്നു, വയലിൻ വായിക്കാനായിട്ട് കയറ്റി തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഗോപിച്ചേട്ടൻ്റെ വയലിൻ വായിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ശരിക്കും ഗോപിച്ചേട്ടനെ പരിചയപ്പെടുന്നത്. ഗോപിച്ചേട്ടൻ്റെ ഒരുപാട് ആഡുകൾ ചേർന്നു. പുള്ളി അഡ്വർടൈസ്മെൻറ്റ്സിൽ വയലിൻ വായിച്ചു തുടങ്ങി. അപ്പോൾ പുള്ളിയുടെ അടുത്ത് കൂടെ ഞാൻ വയലിൻ വായിച്ച് കഴിഞ്ഞാൽ ഞാൻ പുള്ളിയുടെ കൂടെ ഇരിക്കും. പുള്ളി എന്ന് പറഞ്ഞാൽ കീബോർഡ് പ്രോഗ്രാമേഴ്സിൻ്റെ തലതൊട്ടപ്പനാണ്. പുള്ളി ഭയങ്കര എന്താ പറയുക, പുള്ളിയാണ് ദി ബെസ്റ്റ് എന്ന് പറയുന്നൊരു ക്വാളിറ്റി ഉള്ള പുള്ളിയാണ്.
അപ്പോൾ ഗോപിച്ചേട്ടൻ്റെ കൂടെ ഇരുന്ന് കാണാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായിരുന്നു ആ സമയത്ത്. അങ്ങനെ കണ്ട് ഓരോന്ന് പഠിക്കുകയും വയലും വായിച്ചു കഴിഞ്ഞാൽ ഞാൻ പുള്ളിയോട് കൂടെ ഇരുന്ന് പിന്നെ അത് ഞാൻ വീട്ടിൽ പോയിരുന്ന് ഹോംവർക്ക് ചെയ്യും. അന്ന് ഭയങ്കരമായിട്ട് അതിനകത്ത് ത്വരയുള്ളത് കൊണ്ട് വീട്ടിൽ പോയിട്ട് ഒരുപാട് വർക്ക് ചെയ്യുമായിരുന്നു, ഉറക്കമൊന്നും ഇല്ലാതെ ഒരുപാട് വർക്ക് ചെയ്ത്. പിന്നെ ഞാൻ ഗോപിച്ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ഗോപിച്ചേട്ടൻ ഞാൻ കീബോർഡ് പ്രോഗ്രാമറിൽ എന്നുള്ള ഇതിലോട്ട് വരണം താല്പര്യമുണ്ട്. അപ്പോൾ അങ്ങനെ പുള്ളി എന്നെ ഔസേപ്പച്ചൻ സാറിൻ്റെ അവിടെ കൊണ്ടുവന്നാക്കി. അതായിരുന്നു ശരിക്കും ഒരു ട്വിസ്റ്റ്. കാരണം ഔസേപ്പച്ചൻ സാറിൻ്റെ സ്കൂളെന്ന് പറഞ്ഞാൽ അത് ഞാനിപ്പോൾ ഇപ്പോഴും അറിയുന്നു, ഒരു 6-7 കൊല്ലമായിട്ട് പുള്ളിയുടെ കൂടെ തന്നെയാണ്. അപ്പോൾ കൂടുതലും പുള്ളിയുടെ ബാക്കി എല്ലാവരും വ്യത്യസ്തമായിട്ടുള്ളൊരു സ്കൂളാണ്. എന്താ പറയുക, കുറേ എന്താ പറയുക, ഒരു എല്ലാ ദിവസവും അവിടെ ചെല്ലുക, അവിടെ ചെന്ന് പുള്ളി ചെയ്യുന്നത് പഠിക്കുക. ഭയങ്കരമായിട്ട് ചൂടാവും, പക്ഷെ വെറുതെ അല്ല, പുള്ളി വർക്കിൽ ഭയങ്കര ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. കാരണം ആ പടത്തിൻ്റെ ഡയറക്ടർ പോലും അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുമെന്ന് നമുക്ക് സംശയം. കാരണം രാത്രി 2 മണി, ഇത്രയും പ്രായമായിട്ട് പോലും പുള്ളി രാത്രി 2 മണി 3 മണി വരെ വർക്ക് ചെയ്യും. 5 മണിക്ക് എണീറ്റ് എക്സസൈസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പിന്നെ വർക്ക് ചെയ്യും. ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ആരും ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അത് കണ്ട് എന്താണ് സിനിമ എന്ന് പഠിപ്പിച്ചത് ശരിക്കും ഔസാറാണ്. എൻ്റെ ഗുരു എന്ന് പറയാൻ ഔസേപ്പച്ചൻ സാർ തന്നെയാണ് എപ്പോഴും. പിന്നെ അതേസമയം ഗോപിച്ചേട്ടൻ്റെ കൂടെ സിനിമകളിൽ വർക്ക് ചെയ്ത് ഗോപിച്ചേട്ടന് ഒരുപാട് പുതിയ കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ചത് ഗോപിച്ചേട്ടന്. ബാക്ക്ഗ്രൗണ്ട് സ്കോറും എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്ന് പഠിപ്പിച്ചത്. പിന്നെ അങ്ങനെ ഒരു മലയാളത്തിൽ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിനോട് വർക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടി. അത് പണ്ട് തൊട്ടേ എനിക്കുണ്ടായിരുന്നു. ആക്ച്വലി മ്യൂസിക് ഡയറക്ടർ ആവണം എന്ന്, ഇങ്ങനെ കീബോർഡ് പ്രോഗ്രാമർ എന്ന സംഭവം ഉണ്ടെന്ന് തന്നെ എനിക്ക് അറിയില്ലായിരുന്നു. പണ്ട് തൊട്ടേ മ്യൂസിക് ഡയറക്ടർ ആവണം എന്നുള്ള ആഗ്രഹമായിരുന്നു. അതിനെന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു. അത് ഇവിടെ വന്ന് ഇത് ശേഷമാണ് ഇങ്ങനെയുള്ള കുറേ സ്റ്റെപ്പുകളുണ്ട്. ചുമ്മാ പാട്ടുണ്ടാക്കിയാൽ വർക്കാവില്ല. അതിനകത്ത് ഇൻസ്ട്രുമെൻറ്റേഷൻ എന്തൊക്കെ ചെയ്യണം, ക്വാളിറ്റി, ടെക്നിക്കാലിറ്റി അതൊക്കെയാണ് മനസ്സിലാക്കണം എന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ കുറച്ചാൾ ഹോൾഡ് ബാക്ക് ചെയ്തു, കുറച്ചാൾ വെയിറ്റ് ചെയ്ത് ഞാൻ റെഡിയാണ് എന്ന് എനിക്ക് തോന്നിയപ്പോഴാണ് ഞാൻ ഇതിനോട്ട് കടക്കാൻ തീരുമാനിച്ചത്. ഫസ്റ്റ് സിനിമ എൻ്റെ ആസുരവിത്തിൻ എന്നുള്ള പടത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിരുന്നു. AK സാജനായിരുന്നു അതിൻ്റെ ഡയറക്ടർ. ആക്ച്വലി ആ പടം കിട്ടാൻ എന്താ പറയുക, എനിക്ക് എന്നെ സഹായിച്ചത്, ഞാൻ ആദ്യമേ വിനു തോമസ് എന്ന് പറഞ്ഞിട്ടൊരു മ്യൂസിക് ഡയറക്ടറുണ്ട്. പുള്ളിയാണ് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ഉണ്ട്, എൻ്റെ ഒരു ഫ്രണ്ടാണ്, ഒന്ന് മുട്ടി നോക്ക്. എനിക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോറിനോടായിരുന്നു അന്നും ഇന്നും താല്പര്യം, ബാക്ക്ഗ്രൗണ്ട് സ്കോറിനോടാണ് പാട്ടുകളേക്കാൾ. അപ്പോൾ അതിൻ്റെ പാട്ടുകൾ കഴിഞ്ഞാണ് പക്ഷേ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ടെന്ന് നോക്കിക്കോളാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ ആദ്യം പുള്ളി പോയി കണ്ടു. അപ്പോൾ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്, പിന്നെ നോക്കാം എന്നുള്ള രീതിയിൽ അന്ന് നല്ല റിപ്ലൈ തന്നെ പുള്ളി പറഞ്ഞ. പിന്നെ ആ സമയത്താണ് ഞാൻ എൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഒരു ഫ്രണ്ട് ഉണ്ട്, ജോൺ എന്ന് പറഞ്ഞിട്ട്, അമൽ നീരദിൻ്റെയും സമീർ തായറിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവൻ ചാപ്പാക്കുരിശ് റിലീസായ സമയത്ത്, അപ്പോൾ അന്ന് അവൻ്റെ കൂടെ സിനിമ കാണാൻ പോയി. അപ്പോൾ അന്ന് ആണ് എനിക്ക് ഈ നോർത്തിൻ്റെ ഡയറക്ടർ അനിൽ രാധാകൃഷ്ണനെ പരിചയപ്പെടുത്തി തന്നത്. അപ്പോൾ പുള്ളിയുടെ ഒരു ഫ്രണ്ടാണ് ഈ അസുരവിത്തിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളർ. അപ്പോൾ അങ്ങനെ പുള്ളി വിളിച്ച് പറഞ്ഞ് അങ്ങനെയാണ് എനിക്ക് ആ പടം കിട്ടിയത്. അതാണ് ശരിക്കും ആദ്യത്തെ പടം എന്ന് പറഞ്ഞാൽ അത് തന്നെയായിരിക്കും.